വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധത്തിൽ അവരുടെ മനസ്സ് അവൻ തുറന്നു. ഈ വചനത്തിൻ്റെ അഭിഷേകം നമുക്ക് ഈ സമയം ലഭിക്കാനായി ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, മഹത്വം. പരിശുദ്ധാത്മാവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനം വ്യാഖ്യാനിക്കുന്നിടത്ത് നമ്മളെ ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഒപ്പം ലൂക്ക 2:24-45 വചനത്തിൻ്റെ അഭിഷേകം നമ്മളിൽ ഈ നിമിഷം സംഭവിക്കാനായി ആഗ്രഹിച്ചുകൊണ്ട് നമുക്കിവിടെ ആയിരിക്കാം. നമ്മളെല്ലാവരും ഇപ്പോൾ പന്തക്കുസ്താക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ പന്തക്കുസ്താക്ക് വേണ്ടി ഇത്രയ്ക്കും അടുത്ത് നമ്മൾ ഒരുങ്ങിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പരിശുദ്ധാത്മാവ് ഓൾറെഡി നമ്മളിലുണ്ട്. അതായത് മാമോദിസ സ്വീകരിച്ച ഒരു വിശ്വാസിയിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൂടുതൽ ഉജ്ജ്വലിക്കപ്പെടുവാനായിട്ടാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പന്തക്കുസ്താക്ക് ഉള്ള ഏറ്റവും അടുത്ത ഒരുക്കം എന്ന് പറയുമ്പോൾ അത് ആത്മവിശുദ്ധീകരണത്തിനുള്ള ഒരു ഒരുക്കമാണ്. എന്താ? ആത്മവിശുദ്ധീകരണം. അതായത് നമ്മുടെ ഓരോരുത്തരുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണമാണ് ഈ പന്തക്കുസ്താക്ക് ഏറ്റവും അടുത്ത് ഒരുങ്ങേണ്ടത്. ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടണം. അപ്പോൾ ഈ പന്തക്കുസ്താക്ക് നമ്മളെപ്പോഴും പഴയ നിയമ ഭാഗത്തുനിന്ന് എടുത്ത് വ്യാഖ്യാനിക്കപ്പെടാറുള്ളൊരു ഭാഗമാണ് 2 രാജാക്കന്മാർ 2-ാമത്തെ അധ്യായം. ആ ഭാഗം വായിക്കേണ്ട, അത് കുറച്ച് നീണ്ടത്. അതായത് ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. അപ്പോൾ ഏലീശ പ്രവാചകന് ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ലഭിക്കുന്നു. അപ്പോൾ പലപ്പോഴും ഈ സമയങ്ങളിൽ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ലഭിക്കാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി വചനമൊക്കെ വ്യാഖ്യാനിച്ച് നമുക്ക് പറഞ്ഞു തരും. ഇരട്ടി പങ്കാണ് ലഭിക്കേണ്ടത്. അങ്ങനെ ലഭിക്കുമ്പോഴാണ് ഇന്ന് ലോകത്ത് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക. അത് സത്യമാണ്. സാധാരണ രീതിയിലുള്ള ആത്മാവ് കൊണ്ട് നമുക്ക് ഈ ലോകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് മാമോദീസായിൽ നമ്മൾ സ്വീകരിച്ച് അതിനുശേഷം സൈർലേപനത്തിൽ ഒന്ന് ജ്വലിപ്പിക്കപ്പെട്ട് പിന്നെ അങ്ങനെ പാടെ തണുത്ത് നിൽക്കുന്ന ഒരു ആത്മാവിൻ്റെ അവസ്ഥ, അതാണ് ഇന്ന് ലോകത്ത് പരിശുദ്ധാത്മാവിൻ്റെ അവസ്ഥ. പ്രത്യേകിച്ച് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനുള്ള സ്ഥാനം അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ഇല്ല. ഒരു തണുത്ത് മരവിച്ച അവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ലഭിച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങപ്പെടുവാൻ, ആയിത്തീരുവാൻ അല്ലെങ്കിൽ മാറ്റപ്പെടുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ പന്തക്കുസ്ത ആഘോഷം നടത്തുന്നത്. അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആത്മാവിൻ്റെ വിശുദ്ധീകരണം. ഈ ആത്മാവിൻ്റെ വിശുദ്ധീകരണം നടക്കാൻ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് വചനത്തിലൂടെ തന്നെ നമുക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. 1 യോഹന്നാൻ 2-ാം അധ്യായം 15-ാം വാക്യം. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല. അത്ര മതി. അതിൽ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. ഈ 3 കാര്യങ്ങളാണ് ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മളിൽ നിന്ന് മാറ്റപ്പെടേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ലോകം, പിശാച്, ശരീരം എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതാണ് ഈ 3 കാര്യങ്ങൾ. ജീവിതത്തിൻ്റെ അഹന്ത, പിശാചിന് തമ്മിലുള്ള സാന്നിധ്യം, സ്വാതന്ത്ര്യം. ജീവിതത്തിൻ്റെ അഹന്ത, കാരണം അഹങ്കാരത്തിലൂടെയാണ് ദൈവദൂതന്മാർ തറപറ്റി പിശാചായി മാറിയത്. 2 കണ്ണുകളുടെ ദുരാശ, അത് ഈ ലോകം നമ്മൾക്ക് കാണിച്ചു തരുന്നതെല്ലാം കാണാൻ ആസ്വദിക്കാനുമുള്ള മനുഷ്യൻ്റെ ഒരു ടെൻഡൻസി, മനുഷ്യനിലുള്ളൊരു പ്രവണത, അതാണ് കണ്ണുകളുടെ ദുരാശ എന്ന് പറയുന്നത്. ജഡത്തിൻ്റെ ദുരാശ, അതായത് നമ്മുടെ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ഭക്ഷണമായിക്കോട്ടെ, സുഖസൗകര്യങ്ങളായിക്കോട്ടെ, സന്തോഷങ്ങളായിക്കോട്ടെ, അതെല്ലാം ജഡത്തിൻ്റെ ദുരാശ എന്ന പേരിൽ അറിയുന്നു. അങ്ങനെ ലോകം, പിശാച്, ശരീരം, ഈ 3 ശത്രുവാണ് ആത്മാവിനുള്ളത്. ഈ 3 ശത്രുവിനെ അതിജീവിക്കലാണ് ആത്മാവിൻ്റെ വിശുദ്ധീകരണം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട
3 കാര്യങ്ങൾ കാര്യങ്ങളാണ് ഇതിനെ നിഹനിക്കുക, ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക എന്നുള്ളത്. നമ്മൾ ഇന്ന് സുവിശേഷം വായിച്ച് കേട്ടപ്പോൾ അച്ഛനിപ്പോൾ പ്രാർത്ഥിച്ചപ്പോഴും പറഞ്ഞ ഒരു വചനഭാഗമാണ് ഈ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യം. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഇത് തന്നെ അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 4-ാം വാക്യം. അപ്പോസ്തല പ്രവർത്തനം 1:4. അവർ അവരോടൊപ്പം ഭക്ഷണത്തിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. അത് തന്നെയാണ് ലൂക്കായുടെ സുവിശേഷം 24:49 ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഈ 2 വചനത്തിലും നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ആയിരിക്കണം. ജെറുസലേം എന്ന് പറഞ്ഞാൽ പഴയ നിയമഗ്രന്ഥത്തിൽ, പഴയ നിയമ കാലഘട്ടത്ത് ആരാധനാ കേന്ദ്രം, ഏറ്റവും വിശുദ്ധമായ ഒരു സ്ഥലമാണ് ജെറുസലേം, ആരാധനാ കേന്ദ്രം. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നത്, ആ ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് നിങ്ങൾ മാറരുത്, ആത്മാവിനെ സ്വീകരിച്ചതിന് ശേഷമേ മാറാവൂ എന്ന് പറയുന്നത്. അത് തന്നെ ലൂക്കായുടെ സുവിശേഷം 24:49 ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ. നഗരമെന്ന് ഉദ്ദേശിക്കുന്നത് ഈ ജെറുസലേം നഗരത്തിൽ വസിക്കാൻ, ദൈവിക സാന്നിധ്യത്തിൽ ആയിരിക്കാൻ. ഈ വചനം ഇന്ന് നമ്മൾ പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുക? ഈ വചനം നമ്മളോട് പറയുമ്പോൾ നമുക്ക് പള്ളിയിൽ തന്നെ ഇരിക്കാൻ പറ്റുമോ? പരിശുദ്ധാത്മാവിന് ഒരുക്കമായിട്ട് പന്തക്കുസ്താക്കി ഒരുക്കുക, ഈ ഒരാഴ്ച എവിടെയും പോകണ്ട, ജോലി ചെയ്യണ്ട, അല്ലെങ്കിൽ കോളേജിൽ പോകണ്ട, പഠിക്കണ്ട എന്ന് വിചാരിച്ചാൽ നടക്കുമോ? വീട്ടിലെ പണിയൊന്നും ചെയ്യേണ്ട, പ്രാർത്ഥിച്ചിരിക്കാന്ന് വെച്ചാൽ നടക്കുമോ? ഇല്ല. പക്ഷേ ഈ വചനം നമ്മളോട് പറയുന്നത്, ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ആത്മാവിൻ്റെ ഒരുക്കത്തിന് നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടാവാൻ, ആയിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ഈ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ആത്മാവിൻ്റെ ഒരുക്കം. ആത്മാവിൻ്റെ ഒരുക്കത്തിന് വേണ്ട 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പങ്കുവച്ചത്. അത് വിശദീകരിച്ച് പറയുന്നതിന് മുൻപ് ഈ 2 രാജാക്കന്മാർ 2-ാമത്തെ അധ്യായം, ഏലിയ എലീശ പ്രവാചകന്മാരുടെ ആ ഭാഗം ഞാൻ ചെറുതായി ഒന്ന് ചുരുക്കി പറയാം. അതിൽ ഏലിയ പ്രവാചകൻ ആദ്യം ബദേൽ താഴ്വരയിലേക്ക് പോണു. ആ പോണ സമയത്ത് എലീശ കൂടെ ഉണ്ട്. അപ്പോൾ ഏലിയ എലീശാനോട് പറയും, നീ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് ബദേൽ വരെ പോയിട്ട് വരാം. എലീശ പ്രവാചകൻ സമ്മതിക്കില്ല, കൂടെ വരും. അതിനുശേഷം പോണത് ജെറിക്കോ താഴ്വര, ജെറിക്കോയിലേക്ക്. അപ്പോഴും പറയും, നീ ബദേലിൽ നിൽക്കുക, ഞാൻ ജെറിക്കോ വരെ പോയിട്ട് വരട്ടെ. എലീശ പ്രവാചകൻ സമ്മതിക്കില്ല, കൂടെ പോകും. അതിനുശേഷം ജോർദാൻ സമതലത്തിലേക്ക്, അവിടേക്കാണ് പോണേ. ആ പോകുമ്പോഴും പറയും, നീ ജെറിക്കോയിൽ നിന്നാൽ മതി, ഞാൻ അവിടെ പോയിട്ട് വരാം. അപ്പോഴും എലീശ പ്രവാചകൻ സമ്മതിക്കില്ല, ഞാൻ കൂടെ വരും എന്ന് പറയും. ഈ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ള പ്രവാചക ഗണം ഏലീശായെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിന്റെ ഗുരു നിന്നിൽ നിന്ന് എടുക്കേണ്ട സമയമായെന്ന് നിനക്കറിയില്ലേ എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതറിയാവുന്നത് കൊണ്ടാണ് ഏലീശ പ്രവാചകൻ ഈ 3 പ്രാവശ്യം ഏലിയ പ്രവാചകൻ വേണ്ട, എൻ്റെ കൂടെ വരണ്ട എന്ന് പറഞ്ഞിട്ടും അത് അനുസരിക്കാതെ എന്ത് ചെയ്തത്? ഏലിയ പ്രവാചകൻ്റെ കൂടെ പോയത്. ആ പോയത് കൊണ്ടാണ് ഏലീശ പ്രവാചകന് എന്ത് കിട്ടിയത്? ഇരട്ടി പങ്ക് കിട്ടിയത്. ആ 2-ാമത്തെ അധ്യായം വായിച്ചു വരും, അതിലുണ്ട്. 2:9 വചനം. മറുകര എത്തിയപ്പോൾ ഏലിയ എലീശയോട് പറഞ്ഞു, നിന്നും എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? എലീശ പറഞ്ഞു, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ലഭിക്കട്ടെ എന്ന്, അതാണ് ആഗ്രഹിച്ചത്. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഏലീശ പ്രവാചകൻ മാറാതെ ഏലിയ പ്രവാചകനെ പിന്തുടർന്നത്. ഇത് തന്നെയാണ് ഈ ലൂക്ക 24:49 നമ്മളോട് പറയുന്നത്. അല്ലെങ്കിൽ അപ്പോസ്തല പ്രവർത്തനം 1:4 പറയുന്നത്, ഉന്നതത്തിൽ നിന്ന് ശക്തി കിട്ടുന്നത് വരെ നഗരത്തിൽ തന്നെ അല്ലെങ്കിൽ ജെറുസലേമിൽ തന്നെ വസിക്കുവിൻ. ഇത് 2ഉം കൂടി കണക്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും, ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് അല്ലെങ്കിൽ ആത്മാവിൻ്റെ ചൈതന്യം എന്നിൽ നിറയപ്പെടണമെങ്കിൽ ഞാനായിരിക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട്, ഞാൻ അവിടെ തന്നെ ആയിരിക്കണം. അത് നമ്മുടെ ആത്മാവിനെ എടുക്കുമ്പോൾ, ആത്മാവിൻ്റെ കാര്യത്തിൽ എടുക്കുമ്പോൾ നമ്മുടെ ആത്മാവായിരിക്കേണ്ട ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയാണ് ലോകം, പിശാച്, ശരീരം. ഇത് 3. 1 യോഹന്നാൻ 2:15 പറയണ ഈ കണ്ണിൻ്റെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ,
ജീവിതത്തിൻ്റെ അഹന്ത. ഇത് മൂന്നും ഒരു വ്യക്തി എപ്പോൾ ജയിക്കുന്നുവോ അന്ന് അവന് പന്തക്കുസ്ത അനുഭവ. അവൻ്റെ ജീവിതത്തിൽ അന്ന് അവൻ്റെ ജീവിതത്തിൽ പന്തക്കുസ്ത അനുഭവ. ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ലഭിക്കും അവന്. അതനുസരിച്ച് പ്രവർത്തനങ്ങളിൽ, ജീവിത സാഹചര്യങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ എല്ലാം വ്യത്യാസം അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇതാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, ഈ 3 മേഖല. പക്ഷേ ഞാൻ ഈ പറയുന്ന അത്ര എളുപ്പമുണ്ടോ ഇത് 3 ജയിക്കാൻ? ഉണ്ടോ? ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ, മനുഷ്യ മനസ്സിനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒരവസ്ഥയാണ് ലോകം. ഈ ഭൂമിനെ ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോകാനല്ല അവിടെ ആവശ്യപ്പെടുന്നത്. മനസ്സിനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ മേഖലയോടും നോ പറയുക, എല്ലാ മേഖലയോടും നോ പറയുക. അപ്പോൾ നീ ലോകത്തെ ജയിച്ചു. റോമ 12:2 നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ആ വചനത്തിൻ്റെ അഭിഷേകം ഈ ലോകത്തെ ജയിച്ച വ്യക്തിക്ക് കിട്ടാൻ പോകുന്നത്. ലോകത്ത് എന്ത് നടന്നാലും, ലോകത്തിൽ എന്തിലും ഞാൻ ഏർപ്പെട്ടാലും, ഞാൻ അവിടെ ചെളിക്കുളത്തിൽ നിൽക്കുന്ന താമരപ്പൂവില്ലേ അല്ലെങ്കിൽ ആമ്പൽപ്പൂവില്ല, അതുപോലെ ഞാൻ പൊന്തി നിൽക്കും. ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിച്ചതുകൊണ്ട് അങ്ങനെ നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കും. അതാണ് ലോകം. ദൈവത്തെ, നമ്മുടെ മനസ്സിൽ നിന്ന് ദൈവത്തെ അകറ്റുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും നമ്മൾ മാറണം. ഇനി പിശാച് ചെയ്യണ മെയിൻ പ്രവർത്തനം, എല്ലാം പിശാചിൻ്റെ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ടാണ് 1 പത്രോസ് 5:8 പറയുന്നത്, അലറുന്ന സിംഹത്തെ പോലെ ഓടി, ആരെ വിഴുങ്ങണമെന്ന് വിചാരിച്ച് ഓടി നടക്കുക. അവൻ്റെ മുൻപിൽ എങ്ങാനും ചെന്നുപെട്ട പിന്നെ നമ്മൾ നോക്കേ വേണ്ട. അത്രയ്ക്കും ഫാസ്റ്റായിട്ട് പിശാച് കാലഘട്ടത്തെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കണം. ലോകം മുഴുവൻ, കുടുംബങ്ങളെ, കുഞ്ഞുമക്കളെ, യൂത്തിനെ, വൈദികരെ, സിസ്റ്റേഴ്സിനെ മുഴുവൻ എന്തൊരു ഫാസ്റ്റായിട്ട് ക്രമീകരിക്കണേ. അങ്ങനെയുള്ളൊരു പിശാചിനെ ജയിക്കണം. പരിശുദ്ധാത്മാവിനെ, നമ്മളിൽ ഉള്ള പരിശുദ്ധാത്മാവ് ജ്വലിക്കപ്പെടണമെങ്കിൽ ഈ പിശാച് ചെയ്യുന്ന ഒരു കാര്യം, ഒരു മനുഷ്യൻ്റെ ആത്മീയ കാര്യങ്ങളെ അല്ലെങ്കിൽ ആത്മീയതയെ പാടെ നശിപ്പിക്കും. അവൻ്റെ മെയിൻ തന്ത്രമാണത്. അതുകൊണ്ടാണ് എഫെസോസ് 6:6 പറയുന്നത്, അവൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ സമരായുധങ്ങളെല്ലാം ധരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ഒരു മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തെ പാടെ തകർക്കുന്ന പ്രവൃത്തിയാണ് പിശാച് ചെയ്യുന്നത്. അത് 1-ാം പ്രമാണ ലംഘനം വഴി നമ്മുടെ തലമുറയിൽ നിന്ന് നേടിയെടുത്ത് വെച്ചിട്ടുണ്ടാവും. 6-ാം പ്രമാണ ലംഘനം വഴി 3-4 തലമുറകളെ കെട്ടിയിട്ടിട്ടുണ്ടാവും. സാമ്പത്തിക മേഖല കെട്ടിവെച്ചിട്ടുണ്ടാവും. അങ്ങനെ അവൻ്റെ ആധിപത്യം ഈ ലോകത്ത് വ്യക്തികളിൽ, സമൂഹങ്ങളിൽ, യൂത്തിൽ, എല്ലാവരുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അവനെ നമ്മൾ എതിർക്കണം, അവനെ നമ്മൾ ജയിക്കണം. എന്നാലേ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ. കിട്ടും, പക്ഷേ ഇരട്ടി പങ്കിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൽ ഈ ഏലിയ പ്രവാചകൻ്റെ കൂടെ പോയ ഏലീശ പ്രവാചകൻ തിരിച്ച് ആ വഴിക്ക് വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് അത്ഭുതങ്ങളാണ്. ആ ജെറിക്കോ താഴ്വരയിലെ വെള്ളം മുഴുവൻ മലിനമാണ്, അവിടെ ഒന്നും ഉണ്ടാവില്ല, ആ വെള്ളം ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. തിരിച്ചു വരുമ്പോൾ ഉപ്പ് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് അവിടെ ഇടുമ്പോൾ ആ വെള്ളം വിശുദ്ധമായി. ഇന്നും അത് വിശുദ്ധമാണെന്ന് തിരുവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ലഭിച്ച ഏലീശ പ്രവാചകൻ തിരിച്ച് താനായിരിക്കുന്നിടത്ത് വന്നപ്പോൾ ചെയ്ത അത്ഭുതം 1 അത്. 2 ആദ്യത്തെ അത്ഭുതം ഏലിയായുടെ മേലങ്കി കിട്ടി. ആ മേലങ്കി കൊണ്ട് ഏലിയ അങ്ങനെ ചെയ്തിട്ടാണ് ജോർദാനിൽ കടന്നു പോകുന്നത്. തിരിച്ച് അതേ സ്ഥലത്ത് വരുമ്പോൾ ഏലീശ പ്രവാചകൻ ആ ദൈവം എവിടെയെന്ന് ചോദിച്ച്, ഏലിയായുടെ ദൈവം എവിടെയെന്ന് ചോദിച്ച് ആ മേലങ്കി അവിടെ ഉപയോഗിക്കുമ്പോൾ അവിടെ അത്ഭുതം സംഭവിക്കുന്നു. ഉപ്പിടുമ്പോൾ ആ വെള്ളം മുഴുവൻ വിശുദ്ധമാകുന്നു. ഇതാണ് ഇരട്ടി പങ്ക് ലഭിച്ച ഏലീശായുടെ പ്രവൃത്തി. ലോകം, പിശാച്, ശരീരം എന്ന 3 ശത്രുക്കളെ ഒരു ക്രിസ്ത്യാനി ജയിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളൊക്കെ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സംഭവിക്കും. നമ്മളായിരിക്കുന്നിടത്ത് ഇത്തരം അത്ഭുതങ്ങൾ സംഭവിക്കും. ഇതാണ് പരിശുദ്ധാത്മാവിനെന്ന് വേണ്ടത്. ഈ പന്തക്കുസ്ത ആഘോഷിക്കുമ്പോൾ, അത് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനെ ലോകത്തിൽ ഇത്തരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ, ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന മക്കളാക്കി മാറ്റാൻ, ഒപ്പം അടയാളങ്ങൾ, അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഇന്നും ജീവിക്കുന്ന ദൈവത്തെ ഈ ഭൂമിയിലൂടെ അവതരിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യം, ഈ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക. അതാ നമ്മൾ
നേടിയെടുക്കേണ്ടത്. ഈ ഇരട്ടി പങ്ക് ലഭിച്ചാൽ മാത്രമേ ഇത്രയും വലിയ അത്ഭുതങ്ങളിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ പറ്റുള്ളൂ. ഈശോ നമ്മളെ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ചെയ്യാം, ഞാൻ ചെയ്തതും അതിലധികവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ഇരട്ടി ഇപ്പം നമ്മളിലുള്ളതല്ല അതിൻ്റെ ഇരട്ടി നമ്മളിൽ വേണം. അതിനാണ് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ഓരോ വർഷത്തെ പന്തക്കുസ്തിയും കടന്നു പോകും. നമുക്ക് എന്താ മാറ്റം സംഭവിച്ചിരിക്കണേ? നമ്മുടെ തലമുറയ്ക്ക്, നമ്മുടെ മക്കൾക്ക്, യൂത്ത് മുഴുവനും ലോകത്തിലേക്ക് മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. പന്തക്കുസ്ത എല്ലാവരും ആഘോഷിക്കണില്ലേ? എല്ലാവരിലും പരിശുദ്ധാത്മാവില്ലേ? ജ്ഞാനം 1:7 ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. എന്നിട്ടും എന്തിയെ ഇങ്ങനെയൊക്കെ ലോകത്ത് സംഭവിക്കണേ? ഏലീശ പ്രവാചകന്മാർ ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തരിൽ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ആ ജനത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ, ആ ജനത്തെ മുഴുവൻ നന്മയിലേക്ക് നയിക്കാൻ അവർക്ക് പറ്റിയല്ലോ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ അവർക്ക് പറ്റിയല്ലോ. നമ്മൾക്ക് എന്താ അതൊന്നും സംഭവിക്കാത്തെ, അതൊന്നും സാധിക്കാത്തെ? അതിൻ്റെ ഒരൊറ്റ കാരണം ഇത്രയേ ഉള്ളൂ, ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് നമ്മളിൽ പ്രവർത്തിക്കുന്നില്ല. ആത്മാവിൻ്റെ ഇരട്ടി ചൈതന്യം കിട്ടിയാൽ മാത്രമേ ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ ഇന്നത്തെ ലോകത്തിൽ. അതിനുവേണ്ടി ചെയ്യേണ്ട ഈ 3 കാര്യങ്ങൾ, അതിൽ നിന്ന് പൂർണ്ണമായും മാറാനുള്ളൊരു വലിയ കൃപ ഈ ദിവസങ്ങളിൽ ചോദിച്ചു വാങ്ങണം. പന്തക്കുസ്താക്കുള്ള ഒരുക്കം ആത്മാവിൻ്റെ ശുദ്ധീകരണമാണ്. അതുകൊണ്ട് ആത്മാവിനെ ശുദ്ധീകരിക്കാൻ ഈ 3 തലങ്ങളിൽ എന്നിലുള്ള എല്ലാ കറകളെയും നമ്മൾ പിഴുത് കളയണം, എടുത്ത് മാറ്റണം. അതിന് നമ്മൾ മനസ്സുകൊണ്ട് പ്രതിജ്ഞ എടുക്കണം. ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കാനായിട്ട് ചെയ്യും. ലോകത്തിൻ്റെ പുറകെ ഞാൻ പോകില്ല, ലോകത്തിൻ്റെ സന്തോഷത്തിൽ ഞാൻ പോകില്ല, അല്ലെങ്കിൽ ലോകം നൽകുന്ന സുഖങ്ങൾ എൻ്റെ കണ്ണിന് ആസ്വാദ്യങ്ങളാവില്ല. ഞാൻ തീരുമാനിക്കണം, ഞാൻ പ്രതിജ്ഞ എടുക്കണം. ഒരു ക്രിസ്ത്യാനി എടുത്താൽ മതി ആ ഒരു പ്രതിജ്ഞ. എത്ര മക്കളെ മാനസാന്തരപ്പെടുത്താൻ പറ്റും? നമ്മൾ പറയില്ലേ, നമ്മൾ കുറഞ്ഞ ന്യൂനപക്ഷമാണ്, അധികം ഇതില്ല എന്നൊക്കെ. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ഈ ഇരട്ടി പങ്ക് ലഭിച്ച നമ്മുടെ എണ്ണത്തിന് എന്തോരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റും, എന്തോരം കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്യാൻ പറ്റും. പക്ഷെ നിർവീര്യമായി നമ്മളിരിക്കുക. ഒന്ന് മാത്രം ചെയ്താൽ മതി, ഈ 3 മേഖലകൾ അതിജീവിക്കാനുള്ള കൃപ. റോമ 12:2 അഭിഷേകം ലഭിച്ച് ജീവിക്കാനുള്ള കൃപ മാത്രം ചോദിച്ച് വാങ്ങാം പന്തക്കുസ്ത ആഘോഷിക്കുമ്പോൾ. അങ്ങനെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ലഭിച്ച് ലോകത്തിന് മുൻപിൽ നട്ടലോടുകൂടി നിവർന്ന് നിന്ന് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ. എൻ്റെ കൂടെയുള്ളവർ, എൻ്റെ സാഹചര്യങ്ങൾ എന്തും ആയിക്കോട്ടെ, പരിശുദ്ധാത്മാവ് എന്നിലുണ്ടെങ്കിൽ അവിടെ എനിക്ക് ഈ ചെളിയിൽ നിൽക്കണ താമരപ്പൂ പോലെ നിൽക്കാൻ പറ്റും, ജീവിക്കാൻ പറ്റും. അത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഞാൻ എഴുതി വെച്ച് തരാം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ഏത് തിന്മയുടെ മേഖലയിൽ പോയാലും അവൻ അവിടുന്ന് സക്കറിയ 2:5 വചനത്തിൻ്റെ അഭിഷേകത്താൽ സംരക്ഷിച്ച് പൊക്കി നിർത്തും ദൈവം. ഞാൻ അതിൻ്റെ ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ മഹത്വമായിരിക്കും. ആ വചനത്തിൻ്റെ അഭിഷേകം ആ വ്യക്തിയിലൂടെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. എവിടെയും തൊടാതെ അവരവരുടെ കാര്യം നടത്തി പോരും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ശക്തി. നമ്മൾക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുടെ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ശക്തി നമ്മളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത്രയ്ക്കും ലാഘവ ബുദ്ധിയോടുകൂടി ഇങ്ങനെ ജീവിക്കണത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട്, ജ്വലിപ്പിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങാത്തത്. ഈ കഷ്ടപ്പെടുന്നതിൻ്റെ 1 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്ന കുട്ടിക്ക് 10 മിനിറ്റ് പഠിച്ചാൽ ആ പഠനത്തിൽ മുഴുവൻ വിജയം നേടാൻ പറ്റും. അതാ പരിശുദ്ധാത്മാവിൻ്റെ പവർ. എൻ്റെ വീട്ടിൽ ഒരു സ്വസ്ഥതയില്ലാത്ത സാഹചര്യം, അല്ലെങ്കിൽ കലഹത്തിൻ്റെ ഭിന്നതയുടെ അരൂപിയാണെങ്കിൽ എന്നിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ആ അരൂപി അവിടെ സൈലൻ്റ് ആക്കത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാ ഫലം എന്നിൽ പ്രവർത്തിക്കും. ആ കുടുംബത്തിൽ സമാധാനം വരും. അതാ പരിശുദ്ധാത്മാവിൻ്റെ പവർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ശരിക്കും അനുഭവിക്കുക പരിശുദ്ധാത്മാവിൻ്റെ പവർ. ഇത്രയ്ക്കൊന്നും കഷ്ടപ്പെടണ്ട ഈ ലോകത്തിൽ ജീവിക്കാൻ, ഇത്രയ്ക്കൊന്നും ഓടി നടക്കണ്ട ഈ ലോകത്തിൽ ജീവിക്കാൻ. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അതുമാത്രം മതി. നമുക്ക് ആരുടെ സഹായം ആവശ്യമുണ്ടാവില്ല. വചനത്തിൽ പറയുന്നത് പോലെ ഇതാണ് വഴി, ഇതിലേ പോകൂ എന്ന്
നമ്മുടെ ഉള്ളിലിരുന്ന് പറയും പരിശുദ്ധാത്മാവ്, ഇത് നിനക്ക് കേൾക്കണമെങ്കിലേ നീ ലോകം, പിശാച്, ശരീരം, ഈ 3 ശത്രുക്കളെ ജയിച്ചിട്ടുണ്ടാവണം. എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്ക്, സാധിക്കുമെന്നറിയാം. രോഗത്തിൻ്റെ, സഹനത്തിൻ്റെ ഏത് മേഖലയിലും പുഞ്ചിരി തൂകി നിൽക്കാൻ ഈ പരിശുദ്ധാത്മാവ് സഹായിക്കും. ദാനിയേലിനെ സിംഹക്കുഴിയിൽ തീയുടെ നടുവിൽ തണവ് നൽകി നിർത്തിയത് ആര്? പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിന് എൻ്റെ പേഴ്സണൽ സഹനമായിക്കോട്ടെ, കുടുംബത്തിൻ്റെ സഹനമായിക്കോട്ടെ, ആ സഹനത്തിലും എന്നെ നിർത്താൻ പറ്റില്ലേ? പറ്റും. രോഗത്തിൻ്റെ സഹനമായിക്കോട്ടെ, അത് സ്വീകരിക്കാൻ പറ്റും. ആവശ്യമില്ലാത്ത സഹനത്തെ ഒഴിവാക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. ആവശ്യമുള്ള സഹനത്തെ സ്വീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശുദ്ധി പ്രാപിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഇങ്ങനെ എല്ലാം കഴിവുള്ളൊരു പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ നിർവീര്യമാക്കി വെച്ചിട്ട് ഉപയോഗിക്കാതെ ലോകത്തിൽ ഓടി നടക്കുക, മറ്റുള്ളവരുടെ അടുത്ത് ഓടി നടക്കുക. എൻ്റെ പ്രശ്നങ്ങൾ തീരണില്ല, എൻ്റെ മകളുടെ കല്യാണം നടക്കണില്ല, സാമ്പത്തിക മേഖല കെട്ടഴിയണില്ല, ജോലി ശരിയാവണില്ല, വിദേശത്തേക്ക് പോക്ക് നടക്കണില്ല, ഇതൊക്കെ പറഞ്ഞ് ലോകം മുഴുവൻ എല്ലാവരുടെ അടുത്തും നടക്കുക. നമ്മൾ എല്ലാ പ്രാർത്ഥന കേന്ദ്രങ്ങളിലേക്കും പോകുക. അതിനു മുൻപ് നീ ഒരു കാര്യം ചെയ്തു നോക്കി, നീ നിന്നോട് തന്നെ ഈ 3 കാര്യങ്ങൾ ജയിക്കാൻ പരിശ്രമിച്ചിട്ട് നീ എവിടെ വേണമെങ്കിലും പൊക്കോ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. ഇന്ന് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം സംഭവിക്കും. ഈ വചനമൊക്കെ ഇല്ലേ, അത് ജീവിക്കുന്ന വചനമാണ്, അതിന് ശക്തിയുണ്ട്. ഒരു ക്രിസ്ത്യാനിക്ക് അത് അനുഭവിക്കാൻ പറ്റണില്ല, മറ്റു മതത്തിലുള്ളവർ അത് അനുഭവിക്കുന്നു. അവരൊരു വചനത്തിൽ ആശ്രയിച്ച് അവരുടെ കാര്യങ്ങൾ നേടുന്നു. എന്നിട്ട് അവരുടെ സാക്ഷിയൊക്കെ നമ്മൾ കേട്ടിരിക്കും. എന്നിട്ടാണ് നമുക്ക് വിശ്വാസം വർദ്ധിക്കുന്നത്. ഇതൊക്കെ ഇൻബോണായി ലഭിച്ച ഒരു വ്യക്തിയാണ് ഒരു ക്രിസ്ത്യാനി. ജനിക്കുമ്പോൾ തന്നെ അവനിലേക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയതാ. എന്നിട്ടാണ് മറ്റുള്ളവരുടെ സാക്ഷ്യം കേട്ടിട്ട് നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ആ സ്ഥലത്തേക്ക് വരുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിൻ്റെ ജീവിതത്തിൽ ദൈവം നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവ്, ആ ആത്മാവിനെ നശിപ്പിക്കാതെ മാത്രം നീ നോക്കിയാൽ മതി. ലോകസുഖങ്ങളോട് നീ വിട പറഞ്ഞാൽ മതി. ലോകസുഖങ്ങൾ വിട പറയുമ്പോൾ അത് ഉപേക്ഷിച്ച് കളയുക, അവിടെ നിന്ന് മാറി നിൽക്ക് എന്നല്ല ഞാൻ പറയണേ. അതിലും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി നിൽക്കാനുള്ളൊരു കൃപ, റോമ 12:2 വചനത്തിൻ്റെ കൃപ. ഞാൻ ഉറപ്പാ പറയണേ, ആ വചനത്തിൻ്റെ കൃപ കിട്ടിയാൽ നമുക്ക് എല്ലാവരുടെ കൂടെ എല്ലാത്തിലും പോകാൻ പറ്റും. പക്ഷെ നമ്മൾ ഒന്നും ഏശാതെ അവിടെ നിന്ന് തിരിച്ചു പോരും. നിങ്ങൾ ചോദിച്ച് വാങ്ങുക, ഈ വചനത്തിൻ്റെ അഭിഷേകം ചോദിച്ച് വാങ്ങുക. ഈ 3 ശത്രുക്കളെ ജയിക്കാമെന്ന് തീരുമാനിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. 1 അടി വെച്ചാൽ 10 അടി വെച്ച് നമ്മുടെ അടുത്തേക്ക് നടന്നു വരുന്നതാ നമ്മുടെ ദൈവം. അത്രയ്ക്കും കരുണാമയനാ നമ്മുടെ ദൈവം. എന്നിട്ട് എന്തേ ആ കരുണയൊന്നും വാങ്ങാത്തെ? എന്തേ ആ പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ച് ജീവിക്കാത്തെ? ഈ ലോകത്തിൽ സന്തോഷമായിട്ട് ജീവിക്കാത്തെ? ഒരു ക്രിസ്ത്യാനിക്ക് ഏറ്റവും അവകാശപ്പെട്ടത് പറയുന്നില്ലേ, നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മധ്യ സന്നിഹിതനാകുന്ന വേറെ ഏത് ദൈവം അല്ലെങ്കിൽ വേറെ ഏത് ജനതയുള്ളേ? വേറെ ആരുമില്ല. സ്വന്തമാക്കപ്പെട്ടവരാ നമ്മൾ, തിരഞ്ഞെടുക്കപ്പെട്ടവരാ നമ്മൾ. ആ വിളിക്കനുസരിച്ച് വില കൊടുത്ത് ജീവിക്കുക, ആ വിലയ്ക്കനുസരിച്ചുള്ളൊരു ജീവിതം കാഴ്ചവെക്കുക. അത് കാഴ്ചവെക്കാനുള്ള വലിയ കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ആത്മീയ ശുദ്ധീകരണം നടക്കുമ്പോൾ തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കാൻ, ശക്തിപ്പെടുത്താനായിട്ട്, കൃപ നമുക്ക് ലഭിക്കാനായിട്ട്, നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കപ്പെടാൻ, നമ്മുടെ കഴുകേണ്ട മേഖലകളൊക്കെ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് പുതിയൊരു വ്യക്തിയായി മാറാനുള്ള വലിയ കൃപ നമ്മളിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.